5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. രാമൻ രഘുരാമ നാം ഇനിയും നടക്കാം. എത്ര മനോഹരമായ ഗാനമാണ്, അല്ലെങ്കിൽ ഗീതമാണ്. നമ്മൾ ശ്ലോകങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. രാമനെക്കുറിച്ച്, രാമൻ സീതയെ ഉപേക്ഷിച്ചതിനെ കുറിച്ചൊക്കെ വളരെ മനോഹരമായ നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഉപേക്ഷിച്ചു എന്നുള്ള വാക്കാണ് നമ്മൾ പഠിച്ചത്. ഞാനുമൊക്കെ സ്കൂളിൽ പഠിച്ചത് രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, എന്തോ ഡൈവോഴ്സ് ചെയ്തു എന്നുള്ള നിലയിലാണ്. നമ്മുടെ സുനിൽ പി ഇളയിടം, അദ്ദേഹം സാഹിത്യകാരനാണ്, സാംസ്കാരിക നായകനാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഹാൻഡിലുകളിലും ഇടതുപക്ഷ വേദികളിലും അദ്ദേഹം ആളുകൾക്ക്, ആയിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. പക്ഷേ സുനിൽ പി ഇളയിടത്തിൻ്റെ ഈ അടുത്തൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞ് രാമൻ സീതയെ ഉപേക്ഷിച്ചു, അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഹേ സുനിൽ പി ഇളയിടമേ, ഇളയിടന്മാരെ, എല്ലാവരും അറിയേണ്ടത്, എനിക്ക് നിങ്ങളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും എല്ലാം നിലനിർത്തി പറയട്ടെ, രാമൻ സീതയെ ഉപേക്ഷിച്ചതല്ല. രാമായണ കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തിനാണ് വാൽമീകി അങ്ങനെ ഒരു കഥാപാത്രത്തെ, രാമനെയും സീതയെയും, രണ്ട് കഥാപാത്രങ്ങളെ ഫിറ്റ് ചെയ്തത്? അതിലെന്തിനാണ് ഇങ്ങനെ ഒരു സന്ദർഭം വാൽമീകി കൊണ്ടുവരുന്നത്? ഒരാളെ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യിക്കാനാണോ? ഒരിക്കലുമല്ല. ലങ്കയിലെ പൂങ്കാവനത്തിൽ താമസിച്ചതിന് ശേഷം സീത നാട്ടിലേക്ക് വരുമ്പോൾ സീതയെ സ്വീകരിച്ചുകൊണ്ട് രാമൻ ആ സമയത്ത് തന്നെ എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നത് പോലെ, ഇന്നത്തെ രാജാക്കന്മാരെ പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ആളുകളെ അയച്ച്, ദൂതന്മാരെ അയച്ച് തൻ്റെ രാജഭരണം കൊള്ളാവോ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ട് ദൂതന്മാർ ഇതുപോലൊരു നദിയുടെ തീരത്ത് ചെന്നപ്പോൾ അവിടെ അലക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് നടക്കുന്നു. ഭാര്യയുടെ ചാരിത്രത്തിൽ ഭർത്താവ് സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഭാര്യ പറയും, എൻ്റെ ചാരിത്രത്തിൽ നിങ്ങൾ എന്തിന് സംശയം പ്രകടിപ്പിക്കണം? നിങ്ങൾ രാമനെ കണ്ടുപിടിക്കൂ. സീത രാവണനോടൊപ്പം താമസിച്ചിരുന്ന സീതയെ രാമൻ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയം രാമന്റെ ചെവിയിലെത്തുകയും ഇത് സീതയുമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സീത പറയും, രാമൻ, അല്ലയോ പ്രഭു, അങ്ങ് ഇത്രയും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അങ്ങയുടെ ഓരോ നിഗമനവും ഓരോ തീരുമാനവും ഈ രാജ്യത്തിന് സത്യം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി താമസിക്കാം. അപ്പോഴാണ് രാമനും സീതയും തമ്മിൽ ചർച്ച ആരംഭിക്കുന്നു. എവിടെ താമസിക്കാം? ഭരതനും ലക്ഷ്മണനും ഒക്കെ രംഗത്ത് വരുന്നു. അവസാനം അവരൊരു തീരുമാനമെടുക്കുന്നു, നമുക്ക് ആശ്രമത്തിലേക്ക് വിടാം. അങ്ങനെ ഒരു മുനിയുടെ ആശ്രമത്തിലാണ് കൊണ്ടാക്കുന്നത്. അങ്ങനെ ആശ്രമത്തിൽ കൊണ്ടാക്കി വളരെ സന്തോഷത്തോടു കൂടി, ഉള്ളിൽ രാമൻ കരഞ്ഞുകൊണ്ടാണ് സീതയെ ആശ്രമത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അല്ലാതെ രാമൻ സന്തോഷത്തോടു കൂടി ഡൈവോഴ്സ് ചെയ്തതൊന്നുമല്ല. എനിക്ക് രാജ്യത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി എൻ്റെ ഭാര്യ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞതല്ല, അങ്ങനെ ഉപേക്ഷിച്ചതുമല്ല. അങ്ങനെ പോയതിനു ശേഷം, അവിടെ ചെന്നതിന് ശേഷം ഓരോ പ്രാവശ്യവും രാമൻ ഇത് അന്വേഷിക്കുമായിരുന്നു, പലരെയും വിട്ട് അന്വേഷിപ്പിക്കുമായിരുന്നു, സുഖം അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സീത പ്രസവിക്കുന്നു, ലവകുശന്മാരുണ്ടാകുന്നു. അങ്ങനെ ലവകുശന്മാരുണ്ടാകുമ്പോൾ രാമകഥ അവിടുത്തെ മുനിയിൽ നിന്ന് കേൾക്കുന്നു. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, സീതയെ അമ്മയെ ഈ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു രാജാവുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാമൻ്റെ അവദാനങ്ങൾ ലോകം മുഴുക്കെ പോയി പാടൂ. അങ്ങനെയാണ് രാമരാജ്യത്ത് വീണ്ടും ലവകുശന്മാരെത്തുന്നത്. അവിടെ വെച്ച് പാടുമ്പോൾ ഈ വിഷയം രാമൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും രാമൻ വിളിക്കുകയും, ആരാണിത് പാടുന്നത്? തന്നെക്കുറിച്ച് ഇങ്ങനെ ഇത്രയും അവദാനത്തോട് പറയാൻ തൻ്റെ കഥ ആർക്കാണ് അറിയാമെന്നുള്ളത്? ഞാൻ സീതയൊക്കെ ആശ്രമത്തിലല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇതൊക്കെ പറയുന്നത് ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കി. അപ്പോഴാണിത് രാമൻ്റെ മക്കളാണെന്ന് പാട്ടിൽ നിന്ന് മനസ്സിലാക്കുകയും രാമൻ ബാക്കി ഭടന്മാരെയൊക്കെ അയച്ച് ഭരതനെയും ലക്ഷ്മണനെയും എല്ലാവരെയും അയച്ച് വലിയ രാജകീയ സ്വീകരണത്തോടുകൂടി സീതയെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന രാമായണത്തിലെ സന്ദർഭങ്ങളെയാണ് വളരെ ടാർണിഷ് ചെയ്തുകൊണ്ട്, വളരെ മോശപ്പെടുത്തിക്കൊണ്ട്, ഇതെഴുതിയ വാൽമീകി എന്തോ തെറ്റ് ചെയ്തു, ഇത് വായിക്കുന്ന ഹിന്ദുക്കളെല്ലാം അപരന്മാരാണ്, മോശക്കാരാണ്, ഇത് വായിക്കുന്ന ലോകത്തിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെയും ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നത് മോശമാണ്, ചെറ്റത്തരമാണ് എന്ന് കുറച്ച് ആളുകളെ മുന്നിലിരുത്തി വർത്തമാനം പറയുമ്പോൾ അതിന് കയ്യടി കിട്ടുന്നുണ്ട് സുനിൽ പി ഇളയിടം. പക്ഷെ നിങ്ങൾ ചരിത്രത്തെ നിഷേധിക്കരുത്. വാൽമീകിയെ പോലുള്ള ഒരാൾ, മുനികുമാരൻ, അദ്ദേഹം വാൽമീകമായി മാറുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? രത്നാകരൻ എന്ന പേരിൽ നിന്ന് വാൽമീകിയായി മാറുന്നത്. രത്നാകരൻ എന്ന പേര് തന്നെ ജന്മം കൊണ്ട് രത്നം ധരിക്കുന്നവൻ, അല്ലെങ്കിൽ രത്നാകരൻ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ജന്മം കൊണ്ട് തന്നെ മഹത് വ്യക്തിയാണ്. പക്ഷേ സാഹചര്യവും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് ഫലമായി അദ്ദേഹം കള്ളനായിപ്പോയി, കൊള്ളക്കാരനായിപ്പോയി. ആ രത്നാകരൻ മാനവനായി മാറി, മഹത് വ്യക്തിയായി മാറി, ഋഷീശ്വരനായി മാറി, വാൽമീകിയായി മാറുന്ന ആ കഥയുണ്ടല്ലോ, അത് ഒന്നൊന്നര കഥയാണ്. മനുഷ്യനിൽ നിന്ന് അവൻ്റെ എല്ലാ അധമ വികാരങ്ങളെയും കള്ളവും കൊള്ളയും എല്ലാം മാറ്റി അവൻ മാനവനായി മാറി, മഹർഷിയായി മാറി എഴുതിയ ആ പുസ്തകത്തെ വളരെ പവിത്രമായ ആളുകൾ വായിക്കുന്ന, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരും ഒക്കെ ഉള്ള ഒരു പുസ്തകത്തെ എടുത്തു വെച്ചിട്ട് വളരെ നൈമിഷികമായി, ഹേ രാമ, നീ കാട്ടിലേക്ക് ഉപേക്ഷിച്ചില്ലേ സീതയെ, നീ ഡൈവോഴ്സ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന, നൂജൻ പിള്ളർ ചോദിക്കുന്ന പോലുള്ള ചോദ്യം സുനിൽ പി ഇളയിടത്തെ പോലുള്ള സംസ്കൃത സർവകലാശാലയിൽ PhD ചെയ്തിട്ടുള്ള സുനിൽ പി ഇളയിടത്തിനെ പോലെയുള്ളവർ ചോദിക്കരുത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാമൻ സീതയെ കൊണ്ടുവരുന്നത്, പിന്നെ അവസാനത്തെ രംഗം കൂടി താങ്കൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്.
ഭൂമി പിളർന്നു പോവുകയല്ല ചെയ്യുന്നത്, ഭൂമിദേവി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരെയും സ്ത്രീയെയും പുരുഷനെയും എല്ലാവരെയും അവസാനം ഭൂമിദേവി ഏറ്റെടുക്കാറുണ്ട്. ഭൂമിദേവി ഏറ്റെടുത്തപ്പോൾ മഴ പെയ്തു വന്നും പുഷ്പങ്ങൾ വർഷിച്ചു വന്നും അത്രയും പവിത്രമായ സീതാദേവി ഭൂമിദേവി ഏറ്റെടുത്തപ്പോൾ രാമൻ വളരെ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് നിന്നതാണ് നിമിഷങ്ങളാണ്. ഇതൊക്കെയാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം വക്രീകരിച്ച് 4 വോട്ടിന് വേണ്ടി കയ്യടിക്ക് വേണ്ടി 4 ആൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, സുനിൽ പിള്ളയിടത്തിനെ പോലെയുള്ളവർ ഇത് പറയാൻ പാടില്ല, രവീന്ദ്രനെ പോലുള്ളവർ ഇത് പറയാൻ പാടില്ല, ഡോക്ടർ വൈശാഖൻ തമ്പിയെ പോലുള്ളവർ ഇത് പറയാൻ പാടില്ല. അവർ സമൂഹത്തോട് പറയേണ്ടത് അതിൽ നന്മകളെക്കുറിച്ചാണ് പറയേണ്ടത്. തീർച്ചയായും നിർഭാഗ്യവശാൽ നിങ്ങളുടെ കുറച്ച് ആളുകളെ വിളിച്ചിരുത്തി പറയുന്നത് കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ പോയി കയ്യടി പറയുന്ന സുനിൽ പിള്ളയിടം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ശശിഭൂഷൺ, ഡോക്ടർ ശശിഭൂഷൺ എന്ന പേര് കേൾക്കുമ്പോൾ അങ്ങേക്ക് നെഞ്ചു കലങ്ങും, അങ്ങേക്ക് ദുർസ്വപ്നമായി മാറും. ആരാണ് ശശിഭൂഷൺ? താങ്കളുടെ തീസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. വ്യക്തിഹത്യ എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ ചാനൽ വഴിയും വരുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ താങ്കൾ ഒന്നാലോചിക്കുക, താങ്കൾക്ക് ഏതെങ്കിലും അർഹത ഏതെങ്കിലും ജന്മത്തിലുണ്ടോ, ഇനിയുള്ള ജന്മത്തിലെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിമർശനത്തിന് അതീതരല്ല. രാമായണവും അതീതമല്ല, മഹാഭാരതവും അതീതമല്ല. പക്ഷേ അമ്മയ്ക്ക് മറ്റുള്ളവരെ ഭ്രാന്ത് വരുത്താൻ പഠിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തുള്ളിക്കാൻ പഠിച്ചാൽ അമ്മയെ തുള്ളിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ നമുക്ക് കാണാൻ നല്ല ചേലാണെന്നും പറയും. അപ്പോൾ മാർക്സിയൻ സിദ്ധാന്തങ്ങൾ പറയേണ്ട താങ്കൾ, അതിന് ഘടകവിരുദ്ധമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഈ ഹൈന്ദവ സനാതന ധർമ്മങ്ങൾ കിടക്കുന്ന രാമായണത്തെയും മഹാഭാരതത്തെയും വിമർശിക്കുമ്പോൾ താങ്കൾക്ക് ഇതിന് ഭ്രാന്ത് വരുന്നത് കാണാൻ നല്ല ചേലുണ്ടായിരിക്കും, അതിന് കൈയടിക്കാൻ കുറേ ആളുകളും ഉണ്ടായിരിക്കും. പക്ഷേ ചരിത്രം രത്നാകരൻ്റെ രത്നം പോലെ ചരിത്രം തിളങ്ങിക്കൊണ്ടേയിരിക്കും. അത് അനുനിമിഷം ലോകത്തിനാകെ വെളിച്ചം നൽകുന്ന കഥാതന്തുവായി തന്നെ തുടരുകയും ചെയ്യും എന്നുള്ള കാര്യം സുനിൽ പിള്ളയിടങ്ങൾ അറിഞ്ഞാൽ അത്രയെങ്കിലും നന്ന് തലമുറകൾ നിങ്ങളോട് ഓർക്കട്ടെ.